അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും SFQ സ്പോർട്ടിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 1-ാം ക്ലാസ്സിൻ്റെ തഫ്ഹീമു തിലാവ അഥവാ വായനയിൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ 1-ാം ക്ലാസ്സിൻ്റെ എക്സാമിന് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും നല്ല രൂപത്തിൽ ഈ ഒരു വീഡിയോ കാണുക. ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. പദങ്ങൾ വായിച്ച് ചിത്രങ്ങൾ തൊട്ടു കാണിക്കാം. അപ്പോൾ അവിടെ പദങ്ങളും നൽകിയിട്ടുണ്ട്, ചിത്രങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പദം വായിക്കുക, എന്നിട്ട് ആ ഒരു ചിത്രം തൊട്ട് കാണിക്കുക. അപ്പോൾ ഒന്നാമത്തേത് നോക്കാം, ഹാത്തിഫുൻ. ഈ ഒരു ചിത്രങ്ങളിൽ ഏതാണ് ഹാത്തിഫ്? ആ ഒരു ഫോണാണ് അല്ലേ, പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന, ഇപ്പോൾ കുറവാണ് ആ ഒരു രൂപത്തിലുള്ള ഫോൺ ഉപയോഗിക്കൽ അല്ലേ. അപ്പോൾ ഹാത്തിഫുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഫോണാണ്. അപ്പം അത് തൊട്ട് കാണിക്കുക. രണ്ടാമത്തത് കലമുൻ. അതിലേതാണ് കലമ്? കലമുൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പേന അല്ലേ. അപ്പോൾ അതിൽ പേന തൊട്ട് കാണിക്കുക. ഇനി അടുത്തത് മൂന്നാമത്തത് സബ്ബൂറത്തുൻ. എന്താണ് സബ്ബൂറത്തുൻ? ആ ഒരു ബോർഡാണ് അല്ലേ. നമ്മളൊക്കെ എഴുതി പഠിക്കുന്ന ഉസ്താദുമാർ നമുക്ക് എഴുതി തരുന്ന ബോർഡിനാണ് എന്ത് പറയുക? സബ്ബൂറത്തുൻ എന്ന് പറയുക. അപ്പോൾ ആ സബ്ബൂറത്തുൻ എന്നുള്ളത് വായിക്കുക, അതിനുശേഷം ആ ബോർഡ് തൊട്ട് കാണിക്കുക. ഇനി നാലാമത്തത് ഖൈലുൻ. ഖൈല് എന്ന് പറഞ്ഞാൽ എന്താണ്? കുതിര അല്ലേ. കുതിരക്കാണ് അറബിയിൽ ഖൈലുൻ എന്ന് പറയുക. അപ്പം ആദ്യം ഖൈലുൻ എന്ന് വായിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ആ കുതിരയെ തൊട്ട് കാണിക്കുക. ഇനി അടുത്തത് ലൊബിയുൻ. എന്താണ് ലൊബിയുൻ? ആ ഒരു മാന് അല്ലേ, അതിനാണ് എന്ത് പറയുക? ലൊബിയുൻ എന്ന് പറയുക. അപ്പോൾ ലബിയുൻ എന്ന് വായിക്കുക, അത് തൊട്ട് കാണിക്കുക. ഇനി ഏറ്റവും അവസാനത്തത് അബീ വ ഉമ്മീ. എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും. അപ്പോൾ അതേതാണ്? ഉപ്പയും ഉമ്മയുടെയും ഫോട്ടോ അവിടെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം അത് വായിക്കുക, അതിനുശേഷം അത് തൊട്ട് കാണിക്കുക. ഇനി രണ്ടാമത്തത് വളരെയധികം സിമ്പിളായിട്ടുള്ള ഒരു ഭാഗമാണ്. ബോർഡിലെ പദങ്ങൾ വായിക്കാം. ആദ്യത്തേത് ഏതാണ്? ഇസ്ലാമുൻ. അപ്പോൾ അവിടെ ഇസ്ലാമുൻ എന്ന് വായിച്ചു കൊടുക്കുക. ആ ഇസ്ലാമുൻ എന്നുള്ളതിൻ്റെ നേരെ അടിയിലുള്ളത് ഏതാണ്? ജസീലുൻ. അപ്പോൾ ജസീലുൻ എന്ന് വായിക്കുക. അതുപോലെ അതിനും താഴെയുള്ളത് ജുറുഹുൻ. അപ്പോൾ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. ഒന്നാമത്തത് ഇസ്ലാമുൻ, രണ്ടാമത്തത് ജസീലുൻ, മൂന്നാമത്തത് ജുറുഹുൻ. ഇനി അടുത്തത് ഖാത്തമുൻ. അടുത്ത ഭാഗത്തുള്ളത് ഏതാണ്? ഖാത്തമുൻ. അടുത്തതോ സിമാറുൻ. സിമാറുൻ. അവസാനത്തത് ഉസ്താദിൻ. അപ്പോൾ ഒറ്റ പ്രാവശ്യമോട് നമുക്കൊന്ന് വായിച്ചു നോക്കുക. ഇസ്ലാമുൻ, ജസീലുൻ, ജുറുഹുൻ, ഖാത്തമുൻ, സിമാറുൻ, ഉസ്താദിൻ. അപ്പോൾ നല്ല രൂപത്തിൽ വായിക്കുക. സംശയമുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വീഡിയോ കാണുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ദുആ വസിയത്തോടെ നിർത്തുന്നു.